ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. പുതുവർഷത്തിൻ്റെ ഓളങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പല വിധത്തിലും പല തരത്തിലുമുള്ള മാറ്റങ്ങളാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഈ നക്ഷത്രക്കാരെ ഈ ആഴ്ച കാത്തിരിക്കുന്നു. അതായത് രാജയോഗ സമാനമായ മാറ്റങ്ങൾ വരെ നിങ്ങളെ ഈ ആഴ്ച കാത്തിരിക്കുന്നു. സാമ്പത്തികമായ സ്ഥിതി മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതുമാത്രവുമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഈ ആഴ്ച കയ്യിലെത്തുന്ന സമയം കൂടിയാണ്. അതായത് പല മാറ്റങ്ങളും ഗുണപരമായ അനുഭവങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഗുണ അനുഭവങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുന്ന തരത്തിലായിരിക്കും ഈ ആഴ്ച വന്നെത്തുക. ആദിത്യൻ ധനുരാശിയിലാണ്. ജനുവരി 14 ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:08 ആദിത്യൻ മകരം രാശിയിൽ പ്രവേശിക്കും. ഉത്തരായന കാലം അതുമുതൽ ആരംഭിക്കുന്നതാണ്. 11 ഉത്രാടം ഞാറ്റുവേല തുടങ്ങും. മകരവാവ് ജനുവരി 18 ചന്ദ്രൻ ചിത്തിര മുതൽ പോരാടം വരെയുള്ള നക്ഷത്ര മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുന്നു. ചൊവ്വ ജനുവരി 15 ഉച്ചരാശിയായ മകരത്തിൽ പ്രവേശിക്കും. ബുധൻ 17 വരെ ധനുവിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ 12 മകരത്തിൽ പ്രവേശിക്കും. ശനി മീനം രാശിയിൽ പോരുരുട്ടാതിയിലും വ്യാഴം വക്രഗതിയിൽ മിഥുനം രാശിയിൽ പുണർദത്തിലുമുണ്ട്. രാഹു കുംഭം രാശിയിൽ, കേതു ചിങ്ങം രാശിയിൽ. തൽസ്ഥിതിക്ക് യാതൊരു മാറ്റവുമില്ല. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സ്വതസിദ്ധമായ കഴിവുകൾ ഈ ആഴ്ച പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന വാരമാണ്. അതുപോലെ നിങ്ങളുടെ കർമ്മ മേഖലയിലും വളരെയധികം സംതൃപ്തി ഉണ്ടാകും. ഒപ്പമുള്ളവരുടെ പിന്തുണ പ്രതീക്ഷിക്കാം. ആലോചിച്ചെടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നതാണ്. സാധാരണ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റമില്ലാതെ തുടരുന്ന വാരമാണ്. വ്യാപാര ആവശ്യത്തിനായി ലോണിന് അപേക്ഷിച്ച ആളുകളുടെ ലോൺ അനുവദിച്ച് കിട്ടും. ദാമ്പത്യത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വളരെയധികം സന്തോഷം സമ്മാനിക്കും. വ്യാഴം വെള്ളി അഷ്ടമ രാശിക്കൂർ ആകിയാൽ വൃദ്ധരായ ആളുകളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. അതുപോലെ വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ശുക്രൻ്റെ മൗഢ്യം തുടരുകയാൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ സംതൃപ്തി കുറയും. ഏറ്റെടുത്ത ചുമതലകളെല്ലാം തന്നെ പൂർത്തിയാക്കുവാൻ വളരെയധികം മടിയുണ്ടാകുന്ന വാരമാണ്. സുഖഭോഗങ്ങളിൽ അതൃപ്തി തോന്നും. നിലവിലെ ജോലിയിൽ തുടരുകയാണ് ഈ ആഴ്ച അഭികാമ്യം. നിങ്ങളുടെ ഉന്നത അധികാരികളോട് നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വിപരീതമായ ഫലങ്ങൾക്ക് കാരണമാകുന്നതാണ്. കരുതൽ ധനം ചെലവാക്കുവാൻ യാതൊരു രീതിയിലും നിങ്ങൾ ഈ ആഴ്ച ശ്രമിക്കരുത്. മകൻ്റെ കലാപ്രവർത്തനത്തിൽ വളരെയധികം സന്തോഷിക്കാനുള്ള അവസരം വന്നു ചേരും. വീട് മാറ്റത്തിനുള്ള ശ്രമം തുടരുന്നതാണ്. ഗതാഗത ലംഘനത്തിന് പിഴ ചുമത്തപ്പെടാം. ഈ ആഴ്ചയുടെ ആദ്യവും അവസാന ദിവസങ്ങളിലും ദേഹക്ലേശം ഉണ്ടാകുവാൻ ഇടയുള്ള വാരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച കാര്യസാധ്യത്തിന് വളരെയധികം കുറുക്ക് വഴികൾ വേണ്ടിവരും. വ്യവഹാരങ്ങളിൽ അനുകൂലമായി വിധി പ്രതീക്ഷിക്കാം. കുടുംബകാര്യങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. അതുപോലെ മകളുടെ ഉപരിപഠന കാര്യത്തിൽ വ്യക്തത കൈവരും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. ക്ഷേത്രാടനം സാധ്യമാകും. ഗൃഹനിർമ്മാണത്തിനുള്ള അപേക്ഷ സർക്കാരിൽ സമർപ്പിക്കുവാൻ കഴിയുന്നതാണ്. ചെലവുകളിൽ വളരെയധികം നിയന്ത്രണം ഈ ആഴ്ച വേണം. സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹൃതമാകുന്ന വാരം കൂടിയാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വളരെയധികം മനസ്സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. തൊഴിലിടത്തിൽ സമ്മർദ്ദങ്ങൾ കുറയുന്നതാണ്. ആലോചനാ യോഗങ്ങളിൽ വാക്കുകൾക്ക് സ്വീകാര്യതയുണ്ടാകും. പൊതുപ്രവർത്തകരുടെ സുതാര്യമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ വന്നു ചേരും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ അഭിപ്രായം കൂടി പരിഗണിക്കുന്നത് ഗുണകരമാകും.
ബിസിനസ് വിപുലീകരണത്തിന് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ആഴ്ച വരുമാന മാർഗങ്ങൾ യാതൊരു രീതിയിലും തടസ്സപ്പെടുന്ന വാരമല്ല. അഭിമുഖങ്ങളിൽ തിളങ്ങുവാൻ കഴിയും. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വളരെയധികം ഉത്സാഹം ഉണ്ടാകുന്ന വാരമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. മൗനത്തിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളെയും തിരസ്കരിക്കുവാൻ കഴിയും. അതുപോലെ പലർക്കും മറുപടി നൽകുവാനും കഴിയുന്ന വാരമാണ്. ഔദ്യോഗികമായി ജോലി ഭാരം വർദ്ധിക്കും. ഭാവി കാര്യങ്ങളിൽ തിടുക്കത്തിൽ ഈ ആഴ്ച യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കരുത്. ആഴ്ച മധ്യത്തിൽ നക്ഷത്രാധിപനായ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതി വരുന്നതിനാൽ ഗുണാനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. സംഘടനകളിൽ നിങ്ങളുടെ പദവി ഉയരുന്നതാണ്. ജോലി സ്ഥലത്തും അതുപോലെ വളരെയധികം ഉയർച്ച പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ മത്സരം കുറയ്ക്കുന്നതിന് സന്ദർഭം ഉരുത്തിരിയുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പുതിയ ചികിത്സാ മാറ്റം വളരെയധികം ഗുണപ്രദമായി ഭവിക്കുന്ന കാലമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഗ്രഹങ്ങളുടെ ബലാബലത്താൽ ഫലങ്ങളും ഈ ആഴ്ച സമ്മിശ്രമാകും. ചുമതലകളെല്ലാം തന്നെ പകരക്കാരെ ഏൽപ്പിക്കുന്നത് വളരെയധികം ദോഷം സമ്മാനിക്കും. കമ്മിറ്റികളിൽ വെട്ടിത്തുറന്ന് പറയുന്ന ശീലം ശത്രുക്കളെ വളർത്തുവാൻ കാരണമാകും. സ്വന്തം ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപാരത്തിന് വളരെയധികം പുഷ്ടി വന്നു ചേരും. ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ശുപാർശകൾക്ക് മുതിരുന്നത് വളരെയധികം കരുതലോടെ വേണ്ട വാരമാണ്. നിങ്ങളുടെ പേരക്കുട്ടികളോടൊപ്പം ഈ ആഴ്ച താമസിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. ആഴ്ചയുടെ മധ്യഭാഗം മുതൽ പ്രയത്നഫലം കൈകളിൽ വന്നെത്തുന്ന വാരമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച കാര്യപ്രാപ്തി സ്വയം പരിശോധിക്കപ്പെടുവാനുള്ള അവസരമുണ്ടാകും. ആത്മവിശ്വാസത്തിന് വളരെയധികം കുറവ് ഭവിക്കുന്നതാണ്. നീതിബോധം കൈവിടാതെ കർമ്മരംഗത്ത് മുഴുകുവാൻ കഴിയും. സഹപ്രവർത്തകർക്ക് എല്ലാ രീതിയിലുമുള്ള പിന്തുണയുണ്ടാകുന്നതാണ്. നിങ്ങൾ ആരംഭിച്ച സംരംഭങ്ങൾ ബാലാരിഷ്ടതകളെയെല്ലാം മറികടന്ന് കുതിക്കുന്ന ആഴ്ചയാണ്. അതുപോലെ കുടുംബത്തിനൊപ്പം ധാരാളം സമയം ചെലവഴിക്കുവാനും മകൻ്റെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുവാനും സാധിക്കും. ബന്ധങ്ങളെല്ലാം തന്നെ ദൃഢമാകുവാൻ ആത്മാർത്ഥമായ ശ്രമം തുടരുന്ന വാരമാണ്. സാമ്പത്തികമായ സ്രോതസ്സുകൾ നിയമവിധേയമാകും. ഭാവി യാത്രകൾ ആസൂത്രണം ചെയ്യുവാൻ കഴിയും. ബുധൻ മുതൽ ശനി വരെ കൂടുതൽ ധനനേട്ടവും ഗുണകരങ്ങളായ കാര്യങ്ങളും ഭവിക്കുന്ന വാരമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളിൽ ചാഞ്ചാട്ടത്തിനുള്ള സാധ്യതയുണ്ട്. ആദ്യം ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ പിന്നീട് തെറ്റാണെന്ന് തോന്നുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് പ്രവൃത്തികളിൽ ചുമതല വർദ്ധിക്കും. ധനകാര്യങ്ങളിൽ അല്പം സമ്മർദ്ദം വരുന്ന വാരമാണ്. പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതിനാൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. അനായാസമായ വിജയങ്ങൾ പഴങ്കഥയാണോ എന്ന് തോന്നുന്ന ഒരു അനുഭവം ഉണ്ടാകുന്ന വാരമാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബജീവിതത്തിൽ അനുരഞ്ജനത്തിൻ്റെ മാർഗം സമാധാനം സമ്മാനിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച സാഹചര്യങ്ങളോട് പിണങ്ങിയും ഇണങ്ങിയും മുന്നേറേണ്ടി വരും. കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ വേണം. അനുഭവ പാഠങ്ങൾ കരുത്തേകുന്നതാണ്. സംഘടനകളിൽ നേതൃത്വ പദവിയിൽ തുടരുവാൻ കഴിയും. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾ ശരിയായ വണ്ണം തയ്യാറെടുപ്പ് നടത്തുവാൻ കഴിയുന്നതാണ്. ബിസിനസ് സ്ഥാപനത്തിന് പുതിയ ശാഖ തുടങ്ങുന്ന കാര്യത്തിൽ തർക്കങ്ങൾ വന്നു ചേരാം. ഭൂമിയിൽ നിന്നും ആദായം കുറയുന്നത് വളരെയധികം ആകുലതയ്ക്ക് കാരണമാകും. സാഹിത്യം, കല ഇവയിലൂടെ വളരെയധികം പ്രശംസ നേടുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത സാഹചര്യങ്ങളിൽ വളരെയധികം ജാഗ്രത വേണ്ട വാരം കൂടിയാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. സാധാരണ കാര്യങ്ങളൊന്നും തന്നെ ഈ ആഴ്ച മുടങ്ങില്ല. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വളരെയധികം ആശയക്കുഴപ്പമുണ്ടാകും. ന്യായമായ യാത്രകളെല്ലാം തന്നെ ഫലവത്തായി ഭവിക്കുന്നതാണ്. സാമൂഹ്യ കാര്യങ്ങളിൽ നിലപാടുകൾ മയപ്പെടുത്തേണ്ടി വരും. പ്രൊഫഷണലുകൾക്കിട മത്സരങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. ഗവേഷകർക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായി വരും. വ്യാപാരികൾക്കും വ്യവസായികൾക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. സഹോദരൻ്റെ സഹായം അവസരോചിതമായി അനുഭവപ്പെടും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കൂടുതൽ ധനനേട്ടവും ഗുണകരമായ കാര്യങ്ങളും പ്രതീക്ഷിക്കാം.
അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഭാഗികമായി അനുകൂലമാകുന്ന വാരമാണ്. അതിനാൽ തന്നെ കർമ്മരംഗത്ത് ജാഗ്രത അനിവാര്യമാണ്. നിസ്സാരമെന്ന് കരുതിയ പല കാര്യങ്ങളും ഉള്ളിലേക്ക് കടക്കുമ്പോൾ വളരെയധികം കീറാമുട്ടിയായി അനുഭവപ്പെടും. കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ വേണം. ബന്ധുക്കളുടെ വാഗ്ദാനങ്ങൾ ഈ ആഴ്ച ഫലവത്താകണമെന്നില്ല. കലാമത്സരങ്ങളിൽ നേട്ടമുണ്ടാകും. അല്പം കൂടി പരിശ്രമിച്ചുവെങ്കിൽ എന്ന ഒരു തോന്നൽ പിന്നീട് ഉണ്ടാകുവാൻ ഇടയുണ്ട്. ദാമ്പത്യത്തിൽ സ്വസ്ഥതയുണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് സമ്മർദ്ദങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന വാരമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആശയവിനിമയം കൃത്യമാകാത്തതിനാൽ പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ ഇടയുണ്ട്. അഭിമുഖങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ശോഭിക്കുവാൻ കഴിഞ്ഞേക്കില്ല. മകൻ്റെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരുന്നത് വളരെയധികം വിഷമത്തിന് കാരണമാകും. ചിലരുടെ ഉപദേശം ആത്മാർത്ഥമല്ലാത്തെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന വാരമാണ്. കരാറുകാർക്ക് കുടിശ്ശിക തുക വന്നു ചേരും. ലഘു തീർത്ഥാടനത്തിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. നിക്ഷേപങ്ങളിൽ ഈ ആഴ്ച വളരെയധികം കരുതൽ വേണം. രോഗികൾക്ക് ചികിത്സാ മാറ്റത്താൽ സമാശ്വാസം ലഭിക്കുന്നതാണ്. കഠിന പാതകൾ ഒഴിവാക്കുവാൻ തീരുമാനിക്കുമെങ്കിലും വെല്ലുവിളികൾ വളരെയധികം ഈ ആഴ്ച ഏറ്റെടുക്കേണ്ടി വരുന്ന വാരമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ചന്ദ്രസഞ്ചാരം മുഴുവനായും അനുകൂലമായ ഭാവങ്ങളിലല്ലാത്തതിനാൽ മനക്ലേശത്തിനും ദേഹക്ലേശത്തിനും സാധ്യതയുണ്ട്. ചില പ്രതിജ്ഞകൾ വേഗത്തിൽ തന്നെ ലംഘിക്കപ്പെടാം. സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും. സാങ്കേതികമായ പഠനത്തിൽ ഏകാഗ്രത പുലർത്തുവാൻ കഴിയുന്നതാണ്. യുവാക്കളുടെ ജോലിക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതാണ്. സൗഹൃദം പ്രണയത്തിലേക്ക് നീങ്ങാം. കടബാധകൾ പരിഹരിക്കുവാൻ ശ്രമം തുടരുന്നതാണ്. ഹ്രസ്വയാത്രകൾ ഈ ആഴ്ച വേണ്ടി വന്നേക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കുവാനും കഴിയുന്ന വാരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതി വരികയാൽ തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങിക്കിട്ടും. കർമ്മരംഗത്ത് വളരെയധികം വേഗത സംജാതമാകുന്ന വാരമാണ്. ഭൂമി വാങ്ങുന്ന കാര്യത്തിൽ നല്ലൊരു തീരുമാനമെടുക്കുവാൻ കഴിയും. മത്സരങ്ങളിൽ മുന്നേറുവാൻ സാധിക്കുന്നതാണ്. വ്യാപാരത്തിലും ആലസ്യം അകലുന്നതാണ്. വിലപ്പെട്ട പാരിതോഷികങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. സംവാദങ്ങൾ, ചർച്ചകൾ എന്നിവയിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേതൃത്വ പദവി കിട്ടുവാൻ ഇടയുണ്ട്. പരാശ്രയത്വം ഈ ആഴ്ച ഉണ്ടാകില്ല. സാമ്പത്തികമായ ഞെരുക്കത്തിന് വളരെയധികം മാറ്റങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള സാമ്പത്തികമായ മെച്ചം ഈ ആഴ്ച ഉണ്ടാകണമെന്നില്ല. കർമ്മരംഗത്ത് സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവപ്പെടും. നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരെ തിരുത്തുവാൻ ശ്രമിച്ച് വിരോധം സമ്പാദിക്കുവാൻ ഇടയുണ്ട്. പൊതുവായുള്ള കാര്യങ്ങളിൽ കൈക്കൊള്ളുന്ന നടപടികൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. ക്ഷേത്ര ഉത്സവാദികളുടെ ചുമതല ചിലപ്പോൾ ഈ ആഴ്ച ഏറ്റെടുക്കേണ്ടി വരാം. കലാകാരന്മാർക്ക് അവസരങ്ങൾ വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ വായ്പയുടെ തിരിച്ചടവിനായി അല്പം ഞെരുക്കമുണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാരം കൂടിയാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ദൂരദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് വന്നു പോകുവാനുള്ള സാഹചര്യമുണ്ടാകും. പ്രധാന കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുന്നതാണ്. ഭൗതിക നിലവാരം വളരെയധികം വർദ്ധിക്കും. ഓഫീസിൽ സ്വാതന്ത്ര്യം കുറയുന്നതായി അനുഭവപ്പെടുന്നതാണ്. ധനപരമായ നിങ്ങൾക്ക് സൂക്ഷ്മത വളരെയധികം വേണ്ടതുണ്ട്. കുട്ടികൾക്ക് പഠനത്തിൽ ആലസ്യരാകുവാൻ ഇടയുള്ള വാരമാണ്. സാമ്പത്തികമായ വ്യാപാരത്തിൽ ലാഭം കുറയില്ല. ദുർവ്യയം കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ഭാവി പ്രതീക്ഷകൾ നിറം പിടിക്കുന്നതാണ്. വാരാന്ത്യവും വാരമധ്യമുള്ള ദിവസങ്ങളിലും മനപ്രയാസം ഉണ്ടാകുവാൻ ഇടയുള്ള വാരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സാങ്കേതിക ജ്ഞാനം ഈ ആഴ്ച പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണ വന്നു ചേരും. കൃത്യാന്തരങ്ങൾ കൂടുന്നതാണ്. മുൻകൂട്ടി തീരുമാനിച്ചവ വേഗം പൂർത്തിയാക്കുവാൻ ഈ ആഴ്ച സാധിക്കും. സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ജോലിക്കാരെ കൊണ്ട് ക്ലേശങ്ങൾ വരുവാനിടയുണ്ട്. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി കഴിയുകയാൽ വീണ്ടും സഞ്ചാര സുഗമത കൈവരുന്നതാണ്. പുതുതലമുറയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്തതിൽ ഗാർഹികമായ സ്വൈര്യം കുറയും.
കൂട്ടുകച്ചവടം നടത്തുന്ന ആളുകൾക്ക് ആദായം വർദ്ധിക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജ്ഞാനശക്തിയെ കർമ്മശക്തിയുമായി ഇണക്കുവാൻ കഴിയും. നവീനമായ ആശയങ്ങൾ ആവിഷ്കരിക്കുവാൻ കഴിയുന്നതാണ്. പ്രശംസ ചൊരിയുന്നവരോട് വിപ്രവൃത്തി തോന്നുന്നതാണ്. സാമ്പത്തികമായ സഹായം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരുടെ പ്രോത്സാഹനം വളരെയധികം സന്തോഷം സമ്മാനിക്കും. ഗവേഷകർക്ക് പുതിയ നിഗമനങ്ങളിൽ ചെന്നെത്തുവാൻ കഴിയുന്നതാണ്. ലഘുയാത്രയിലൂടെ മാനസികമായ സന്തോഷം കണ്ടെത്തും. അനുഷ്ഠാനങ്ങളോട് മടുപ്പ് തോന്നുന്നതാണ്. കൃഷിയോടുള്ള ആഭിമുഖ്യത്തിന് സന്ദർഭം വന്നുചേരും. മങ്ങിയിരുന്ന ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് കാര്യസിദ്ധി അനായാസമാകും. സാമൂഹികമായ അംഗീകാരം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. പഠനത്തോടൊപ്പം കലാമത്സരങ്ങളിലും വിജയിക്കുവാൻ കഴിയുന്നതാണ്. എതിരാളികളെയെല്ലാം തള്ളിക്കളയുവാൻ കഴിയും. കിട്ടേണ്ട ധനം അക്കൗണ്ടിൽ വന്നു ചേരും. ഏജൻസി ഏർപ്പാടുകൾ വളരെയധികം ധനനേട്ടത്തിലേക്ക് നീങ്ങുന്നതാണ്. പുതിയ കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ വേണം. ബന്ധുവിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുന്നിട്ടിറങ്ങേണ്ടി വരും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അലച്ചിലിന് ഇടയുണ്ട്. ചെലവ് വർദ്ധിക്കും. തർക്കങ്ങളിൽ കഴിവതും ഒഴിവായി നിൽക്കുന്നതാണ് ഉത്തമം. ശനിയാഴ്ച വളരെയധികം സ്വസ്ഥത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് താരതമ്യേന ഗുണകരമായ വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. സാമ്പത്തികമായ ഞെരുക്കം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. അകന്നുപോയ ബന്ധങ്ങൾ പഴയ സ്ഥിതിയിലാകും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട രേഖകൾ കിട്ടുവാൻ ഇടയുണ്ട്. കൈ വായ്പ തിരികെ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. വാഗ്ദാനങ്ങൾ ഒരു പരിധിവരെ പാലിക്കുവാൻ ശ്രമിക്കുന്നതാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പ്രതിഭ തെളിയിക്കുവാൻ കഴിയും. കുടുംബ അന്തരീക്ഷം വളരെയധികം മെച്ചപ്പെടുന്ന വാരമാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. മന്ദീഭവിച്ച സംരംഭങ്ങൾ പുനരുജ്ജീവിപ്പിക്കുവാൻ പ്രവർത്തനം തുടങ്ങും. സാങ്കേതികമായ അറിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ വായ്പയ്ക്കുള്ള അപേക്ഷ പരിഗണിക്കപ്പെടും. ഔദ്യോഗികമായ ചുമതലകൾ വർദ്ധിക്കുന്നതാണ്. തീർത്ഥാടന യാത്ര പൂർത്തിയാകുകയാൽ മനസന്തോഷം ഭവിക്കുന്നതാണ്. ഭൂമി സംബന്ധിച്ചുള്ള വ്യവഹാരം നീളുവാനിടയുണ്ട്. കിട്ടാക്കടം കുറേശ്ശെയൊക്കെ വന്നു ചേരും. ഗൃഹനവീകരണം സംതൃപ്തികരമാകും. കുടുംബകാര്യങ്ങളിൽ ഉത്സുകത കുറയുന്നതാണ്. ഉത്സവ നടത്തിപ്പിൻ്റെ ഭാഗമാകുകയാൽ വിശ്രമവേളകൾ ചുരുങ്ങുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. സഹജവാസനയാൽ ചിലതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ കഴിയും. പ്രവർത്തന രംഗത്തെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. മേലധികാരിയുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കാം. ധനസ്രോതസ്സുകൾ വളരെയധികം ഈ ആഴ്ച തുറന്നു കിട്ടുന്നതാണ്. കുറുക്കുവഴികൾ ഉപേക്ഷിക്കും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശോഭിക്കുവാൻ കഴിയുന്നതാണ്. കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും തിളങ്ങുവാനുമുള്ള അവസരം സംജാതമാകും. ദാമ്പത്യം വളരെയധികം സുഖകരമാകുന്ന വാരമാണ്. സംരംഭങ്ങളുടെ ആലോചന വീണ്ടും മനസ്സിൽ ഇടം പിടിക്കുന്നതാണ്. യാത്രകളിൽ അഭിരമിക്കും. മാനസിക ഉല്ലാസം ഈ ആഴ്ച വളരെയധികം പ്രതീക്ഷിക്കാം. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. ഈ ആഴ്ച മുഴുവനും കാമ്യഫലങ്ങളാകും വന്നു ചേരുക. ഔദ്യോഗികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതുതലമുറയ്ക്ക് കാര്യമായ മാർഗനിർദ്ദേശങ്ങൾ പകരുവാൻ കഴിയുന്നതാണ്. പകരക്കാരെ ഒഴിവാക്കി ദൗത്യങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നതിന് മുന്നോട്ട് വരുന്നതാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലാവസ്ഥ അനുകൂലമാകുന്നതാണ്. ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് സമയം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. മുടങ്ങിക്കിടന്ന കെട്ടിട നിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയും. ജീവകാരുണ്യമോ സാമൂഹ്യ സേവനമോ എന്നിവയ്ക്ക് നേരം കണ്ടെത്തുന്നതാണ്. കുംഭരാശിക്കാർക്ക് ഞായറും മകരരാശിക്കാർക്ക് ശനിയും ഗുണകരമായ ദിവസങ്ങളല്ല. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം സമാധാനമുണ്ടാകും. തീരുമാനിച്ച കാര്യങ്ങൾ കുറച്ചൊക്കെ നടത്തിയെടുക്കുവാൻ ഈ ആഴ്ച കഴിയുന്നതാണ്. സാമൂഹികമായി വളരെയധികം ആദരവ് പ്രതീക്ഷിക്കാം. ഉപാജപങ്ങളെയെല്ലാം തന്നെ തള്ളിക്കളയുന്നതാണ്. മുഖസ്തുതിക്കാരെ തിരിച്ചറിയുവാനും കഴിയും. വിദ്യാർത്ഥികൾക്ക് കലാരംഗത്ത് ശോഭിക്കുവാൻ കഴിയുന്ന വാരമാണ്. ഞായറും തിങ്കളും മനക്ലേശത്തിനുള്ള സാധ്യതയുണ്ട്. ചൊവ്വയും
ബുധനും അലച്ചിലുണ്ടാകും. മറ്റു ദിവസങ്ങളിൽ സ്വൈര്യം കുറയുന്ന വാരമാണ്. വിനോദത്തിനും വിശ്രമത്തിനും സന്ദർഭം ഭവിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രമോഷൻ കിട്ടുന്നതാണ്. പ്രണയ അനുഭവങ്ങൾ മനസ്സിനെ പുഷ്കലമാക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. ഉദ്യോഗസ്ഥർക്ക് സ്വന്തം പദവിയിൽ ഉന്മേഷമുണ്ടാകും. അധികാരം സമർത്ഥമായി വിനിയോഗിക്കുവാൻ കഴിയുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയും. ദൂരയാത്രകൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുവാൻ കഴിയുന്നതാണ്. മത്സരങ്ങളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കടം വാങ്ങിയ തുക ഭാഗികമായി കൊടുത്തു തീർക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം മെച്ചം ഈ ആഴ്ചയുണ്ടാകും. എന്നാൽ ആഡംബര ചെലവുകൾ അല്പം വർദ്ധിക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരുവാൻ ഇടയുള്ള വാരം കൂടിയാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ഗുണം പ്രതീക്ഷിക്കാം. അപേക്ഷിച്ച ലൈസൻസ് ലഭിക്കും. ഉന്നത അധികാരികളുടെ പ്രോത്സാഹനം വന്നു ചേരും. ഭൂമിയിൽ നിന്നും ആദായമുണ്ടാകും. വ്യാപാരികൾക്ക് ഉപഭോക്താക്കളുടെ പ്രിയം നേടുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയുവാൻ മടിക്കാത്തതിനാൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. കാര്യാലോചനകളിൽ ദാമ്പത്യ ജീവിതം സമാധാനപരമായി മാറുന്നതാണ്. മകൻ്റെ പിടിവാശി അല്പം മനപ്രയാസം സമ്മാനിക്കാം. തിങ്കളും ചൊവ്വയും പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ യാതൊരു രീതിയിലും നന്നല്ല. സാഹസ കർമ്മങ്ങൾ ഈ ആഴ്ച കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ നേരത്തെ ക്ലേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച അനായാസം കൈവരുന്നതാണ്. വരുമാന മാർഗങ്ങൾ പുഷ്ടിപ്പെടും. തിരക്ക് കൂടും. ബഹുമാന്യത വളരെയധികം ഏറുന്നതാണ്. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും ശോഭിക്കുവാൻ കഴിയുന്നതാണ്. കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്ന വാരം കൂടിയാണ്. യാത്രകൾ മൂലം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കുവാൻ സാധിക്കും. പുതുതലമുറയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ വിൽക്കാതെ കിടന്ന ഭൂമിക്ക് അഡ്വാൻസ് ലഭിക്കുവാനിടയുണ്ട്. ഞായർ മുതൽ ചൊവ്വ വരെ ദിവസങ്ങളിൽ വാഹനം, യന്ത്രം, അഗ്നി ഇവയുടെ ഉപയോഗത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുന്നത് ഗുണകരമാകുന്ന കാലമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.